ഒരു വ്യക്തിയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ സംവദിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ കുട്ടികളുമായി സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുക. ഒഴിവാക്കണം, ഇല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കാർഷിക വൃത്തിയിൽ നമ്മൾ പരാജയത്തിലാണ്. ഇതിന് കാരണം എന്താ? പാരിസ്ഥിതിക പ്രശ്നമാണ്. നമ്മുടെ വയലുകളൊക്കെ നികത്തിക്കഴിഞ്ഞ് വയലൊന്നും ഇപ്പം ഒരു സ്ഥലത്തും ഇല്ല. ഇതുപോലുള്ള 1-2 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് കോഴിക്കോടിൻ്റെ നെല്ലറ എന്നുള്ള വിശേഷണമൊക്കെ ഇതിന് കിട്ടിയത്. സാധനമല്ലേ മുമ്പ് ഇരിക്കുന്ന അതുപോലുള്ള സ്ഥലത്ത് നമുക്ക് 10 ചെടി കുഴിച്ചിടാൻ നമുക്ക് സാധിക്കില്ല. ചെടി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ ചെടിയെ പറ്റിയല്ല പറയുന്നത്. നമ്മുടെ നാട്ടിൽ പറയുന്നില്ലേ, കാടും മേടും എത്ര നാളേക്കോ ഇനി എത്ര നാളേക്കോ നീ കാണും കാടും മേടും എത്ര നാളേക്കോ ഇനി എത്ര നാളേക്കോ നാം ഇന്നു കളയുന്നോരോ തുള്ളിയും എത്ര നാളേക്കോ ഇനി എത്ര നാളേക്കോ ഇനി കാണും കാടും മേടും എത്ര നാളേക്കോ ഇനി എത്ര നാളേക്കോ. ഇതുപോലുള്ള പാറക്കെട്ടുകൾ, ഇതുപോലുള്ള വയലുകൾ എല്ലാം സംരക്ഷിക്കേണ്ടത് ഇനി നിങ്ങളുടെ കൂടെ ബാധ്യതയാണ്. ഞങ്ങളൊക്കെ എക്സ്പയറി കഴിഞ്ഞതാണ്, പോകാൻ നോക്കുക. അപ്പോൾ നിങ്ങളെപ്പോലത്തെ മക്കളാണ് ഇനി ഇതൊക്കെ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ എന്ത് വേണം? നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് പഠിക്കണം. നിങ്ങൾക്കിപ്പം ഭക്ഷണം കിട്ടുന്നത് രാവിലെ ഞാൻ ഈ പറഞ്ഞ സൗകര്യത്തോടു കൂടിയൊക്കെ തന്നെയാണ്. ഞങ്ങളൊന്നും